என் நெஞ்சில் குடியிருக்கும் அந்த அன்பான புள்ளிகளுக்கும் நண்பா நண்பிகளுக்கும் விஜய் சார் சும்மா அப்படி பண்ணா போதும். அமைதின்னு சொன்னாலே இவ்வளவு பாயிண்ட் வர ஒரே கேங் தான். ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ലക്കി മാൻ യൂട്യൂബ് ചാനൽ. എന്താണ് ഈ കൊച്ചു കേരളത്തിൽ കഴിഞ്ഞ 2 മാസമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ പറയുന്നത് 2K കിഡ്സിന്റെ അക്രമവും ഇതിനെ കുറിച്ചിട്ടൊന്നല്ല. നമ്മൾ അതിനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്യാറുണ്ടല്ലോ. അപ്പൊ അതൊരു പ്രശ്നമാണ്. നമ്മള് പറയാൻ പോകുന്ന കാര്യം വന്നിട്ട് എന്താ, നമ്മുടെ ബെറ്റിംഗ് ആപ്ലിക്കേഷൻ അങ്ങനത്തെ ഇല്ലീഗലൈസ് ആപ്പ് പ്രൊമോട്ട് ചെയ്യുന്നവർക്കൊക്കെ മുട്ടം പണികൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. കുറെ ആൾക്കാരുടെ അക്കൗണ്ട് ബാനാവുന്നു, റോസ്റ്റ് റീൽസ് എല്ലാം കൊണ്ട് ഒരു എന്താ കലങ്ങി മറിഞ്ഞിരിക്കുകയാണ് നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഒക്കെ. അപ്പോ നമ്മളിപ്പോഴും നമ്മുടെ വീഡിയോകളിലൊക്കെ പറയുന്നതാണ്, ഈ ബെറ്റിംഗ് കമ്പനികളൊക്കെ ഒരിക്കലും നിങ്ങളെ നന്നാക്കാൻ വേണ്ടിയിട്ടല്ല ഈ സാധനം നടത്തുന്നത്. അവർ പക്ക ബിസിനസ്സാണ്. എങ്ങനെ നമ്മുടെ പൈസ അവരുടെ പോക്കറ്റിലേക്ക് ആക്കാം, അതാണ് അവരുടെ ലക്ഷ്യം. അപ്പോ നമ്മളെന്താണ് ചെയ്യേണ്ടത്? നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് ഇങ്ങനത്തെ പോയിട്ട് എന്താ പറയാ, ഒരു ഫണ്ണായിട്ട് ഇത് ചെയ്യണമെങ്കിൽ മാത്രം അതൊക്കെ ചെയ്തിട്ട് കാര്യമല്ലോ. സീരിയസ് ആയിട്ട് ഇതിൽ പൈസ കിട്ടിയിട്ട് വലിയ ആളാവെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. പ്രത്യേകിച്ച് നമ്മുടെ ഈ കളർ പ്രഡിക്ഷൻ ആപ്പുകൾ പോലുള്ള ഈ രാജാബെറ്റ്, പിന്നെ എന്താ 91 ലോട്ടറി, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഈ 91 ലോട്ടറിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മളെല്ലാ വീഡിയോസും നമുക്ക് നോക്കാം, അതിൽ എന്തൊക്കെയാണ് നമ്മൾ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. പേഴ്സണലി നമ്മളെ ചാനലും ഞാനായിക്കോട്ടെ ഈ പറഞ്ഞ ഒരു ആപ്പിൽ കളിക്കുന്നുണ്ട്, ഈ വൺമിൻ എന്ന് പറഞ്ഞ ആപ്പിൽ കളിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ മൈ ലെവൽ സർക്കിൾ, പിന്നെ ഡ്രീം ലെവൽ. മെയിനായിട്ട് ഇപ്പൊ ഈ 4 ആപ്പുകളാണ് ഞാൻ സ്ഥിരമായി കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഇത് ഞാൻ കളിക്കുന്നുണ്ട്, എന്റെ പൈസ പോകുന്നുണ്ട്, ചിലപ്പോൾ എനിക്ക് പൈസ കിട്ടുന്നുണ്ട്. അത് ഈ ഡ്രീം ലെവൽ പോലത്തെ ആപ്പാകുമ്പോൾ നമ്മുടെ ക്രിക്കറ്റ് നോളജും ബാക്കി കാര്യങ്ങളൊക്കെ അതിലൊരു ഫാക്ടറാണ്. അപ്പൊ അതിന്റെ ഒക്കെ ബേസിലാണ് നമുക്ക് പൈസ കിട്ടുന്നത്. പക്ഷെ മറ്റേ പ്ലെയിൻ പറന്നു പോകുന്നതും പച്ച മഞ്ഞ കളികളൊക്കെ പ്യൂവർലി തട്ടിപ്പാണ്. അതിൽ പോയി പൈസ ഉണ്ടെങ്കിൽ പൈസ നഷ്ടപ്പെടും. പിന്നെ എന്താ അറിയാലോ, ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുന്നത് നമുക്ക് അറിയാലോ. എപ്പോഴാണ് നിങ്ങളെ പിടിച്ചുകൊണ്ട് പോകാൻ അറിയില്ല കേട്ടോ. RBI ഓക്കെ, ഇതൊന്നും RBIയുടെ അണ്ടറിലൊന്നും വർക്ക് ചെയ്യുന്ന ആളുകൾ. ഓക്കെ, അപ്പോ ഇതൊക്കെ സൈഡ് നീക്കി വെച്ചുകൊണ്ട് നമ്മുടെ മെയിൻ കണ്ടന്റിലേക്ക് വരാം. എന്താണ് കണ്ടന്റ് വെച്ചാൽ 2025 IPL സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. നമ്മള് കഴിഞ്ഞ നമ്മുടെ ഫുൾ IPLന്റെ കളികളുടെ പ്രൊഡിക്ഷൻ ടീം നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നു. ദ ലക്കി മാൻ എന്ന് പറഞ്ഞ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്. അതുപോലെ നമ്മുടെ എന്താ പറയാ ഇൻസ്റ്റാഗ്രാം ചാനൽ നമ്മളുടെ എല്ലാ വീടും ചെയ്തിരുന്നു. നമ്മുടെ വിന്നിങ്ങോ നമ്മുടെ ലോസ് എല്ലാ കാര്യവും നമ്മൾ ചെയ്തിരുന്നു. അപ്പൊ ഈ വർഷം അതുപോലെ തന്നെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോ നിങ്ങൾ ആർക്കെങ്കിലും ഒക്കെ എന്താ പറയാ ഒരു ടിപ്പ് പോലെ അത് നോക്കിയിട്ട് കളിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ നോക്കി കളിക്കാം. അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടമാണ്. ഞാനും എന്റെ ചാനലോ യാതൊരു വിധ റെക്കമെൻഡേഷനോ ഇതിന് പറയുന്നില്ല. ഇതൊക്കെ സ്ട്രിക്ട്ലി പേഴ്സണലാണ്. പറയാൻ കാരണം വെച്ചാൽ കള്ളു കുടിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ സിഗരറ്റ് വലിക്കുന്നവരുണ്ട്. ഇതൊക്കെ ഡേഞ്ചറാന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതിനേക്കാളോ അല്ലെങ്കിൽ കൂടുതലോ ഡേഞ്ചറാണ് ഫിനാൻഷ്യൽ ആയിട്ടുള്ള പരിപാടികൾ. അത് നിങ്ങളെ ഹെൽത്ത് നമുക്ക് എന്താ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിക്കവറി കൊണ്ടുവരാം. ഇതൊക്കെ പോയാൽ നിങ്ങളുടെ ജീവിതം അല്ലെങ്കിൽ നിങ്ങൾ അഡിക്റ്റ് ആയി മാറും. കാരണം പൈസ എന്ന് പറയുന്നത് എത്ര കിട്ടിയാലും മതിയാവാത്ത സാധനമാണ്. അപ്പൊ നിങ്ങൾ പെടും, ഗ്രൂപ്പിൽ പെട്ടുപോയി കഴിഞ്ഞാൽ അങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പോ ഇങ്ങനത്തെ സാധനത്തിലേക്ക് കളിക്കുമ്പോൾ സ്വന്തം റിസ്കില് പിന്നെ പരമാവധി ഇതുകൊണ്ട് രക്ഷപ്പെടാം എന്ന് വിചാരിക്കാതെ ഇതൊരു ഫണ്ണായിട്ട് എടുത്ത് കളിക്കുക. നമ്മളിപ്പോ എന്താ പറയാ, ഓരോ ലുഡുവിന്റെ ഒക്കെ ഉണ്ടപ്പോ ലുഡു ഇപ്പൊ ഗാംബ്ലിംഗ് ഒന്നും എല്ലാ കളികളും ഇപ്പോ ഈ സെറ്റപ്പിലേക്ക് എത്തുകയും. അപ്പൊ അതൊരു തമാശയൊക്കെ എടുത്ത് ഒരു ടൈം പാസ് പോലെ എടുത്ത്, കാരണം നമ്മൾ ജയിക്കുമ്പോൾ നമുക്കൊരു ഹരമാണല്ലോ, ആ ഹരത്തിന് വേണ്ടി മാത്രം കളിക്കുക. ചിന്ന സാധനങ്ങളൊക്കെ നോക്കുക. പ്ലസ് അതിൽ നിങ്ങളുടെ ടെക്നോളജിയും കാര്യങ്ങളും ഉപയോഗിച്ച് നിങ്ങൾക്ക് ഫിനാൻഷ്യലി ബെറ്റർ ആകാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം റിസ്കിൽ പ്രയോഗിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ വന്നിട്ട് പറഞ്ഞു കുറച്ച് ആപ്പിന്റെ പേര് ഞാൻ പറഞ്ഞു. അപ്പൊ 2025 IPL നമ്മൾ മെയിൻ ആയിട്ടും കളിക്കാൻ പോകുന്നത് വന്നിട്ട് നമ്മുടെ മൈ ലെവൽ സർക്കിളും അതുപോലെ തന്നെ നമ്മുടെ ഡ്രീം ലെവൽ തന്നെയാണ്. പ്ലസ് 2025 ഒരു കിടിലൻ ആഡ് ഓൺ പരിപാടിയും കൂടി, ഒരു ആപ്പും കൂടി നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോ ഈ ആപ്പ് വന്നിട്ട് നമുക്ക് എന്താ പറയാ, ഓൾറെഡി ഈ ഗാംബ്ലിംഗ് ആപ്പൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷെ ഉള്ളതിൽ നമുക്ക് കുറച്ചും കൂടി വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷന്റെ ഒരു സബ് പോലത്തെ ലെവലാണ്. സബ് ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനി, അതായത് നമ്മുടെ ഡ്രീം ലെവന്റെ തന്നെ ഒരു സ്പോർട്സ് ബെറ്റിംഗ് ആപ്ലിക്കേഷൻ ഒരെണ്ണം കൂടി അവർ ലോഞ്ച് ആയിട്ടുണ്ട്. പിക്സ് എന്നാണ് അതിന്റെ പേര്. ബ്ലാക്ക് കളറിൽ പച്ച പി, അതാണ് പിക്സ്. നിങ്ങൾ സ്ഥിരമായി ഡ്രീം ലെവനോ കളിക്കുന്നവരെ ചോട്ടിലോട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു
2 lakhs ആൾക്കാരൊക്കെ ഈ മെഗാ കോൺടെസ്റ്റിലൊക്കെ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോ അത്രയും ആൾക്കാരിലേക്ക് ഇത് പോപ്പുലറൈസ് ആയി വന്നിട്ടുള്ളൂ. അപ്പൊ അതിനെ കുറിച്ചാണ് നമ്മൾ മെയിൻ കണ്ടന്റ് ആയിട്ട് വീഡിയോ ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം സിക്സർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എന്താ പറയാ ഒരു ട്രേഡിംഗ് ആപ്ലിക്കേഷൻ പോലത്തെ ആപ്ലിക്കേഷൻ ഒക്കെ ഉണ്ട്. പക്ഷെ അത് അത്രയും സക്സസ് ആയിട്ട് പോകുന്നില്ല. അപ്പൊ അതുകൊണ്ടാണെന്ന് തോന്നുന്നു ആശാമാര് ഈ ഒരു ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്തത്. ഇതിലെ ആപ്ലിക്കേഷനിൽ എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ള ഒരു ഡെമോ, ലൈവ് ഡെമോ എന്ന രീതിയിൽ നമ്മൾ കാണിക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഫോൺ എടുക്കുന്നു. അപ്പോൾ നമുക്ക് സ്ക്രീൻ റെക്കോർഡിംഗ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് നമ്മളെ എന്താ പറയാ പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ നമ്മുടെ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓൾറെഡി, കാണാം വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നേരെ പോകുന്നു പിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് ആയിരുന്നു. ഇതാണ് തുറക്കുമ്പോൾ തന്നെ വരുന്ന ഇന്റർഫേസ്. ഇതിലിപ്പോ ഞാൻ ഓൾറെഡി കംപ്ലീറ്റഡ് കാണാം. അതായത് ഇന്ത്യ വേഴ്സസ് ഓസ്ട്രേലിയയുടെ സാധനം നമ്മൾ കളിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യാൻ വെച്ചാൽ നമുക്ക് 1 രൂപ വെച്ച് കളിക്കാം. 49 രൂപ 19 രൂപയുടെ കളികളൊക്കെ അതിൽ വരാറുണ്ട്. അതിൽ വന്നിട്ട് പക്ഷെ ഡ്രീം ഇലവന്റെ മറ്റേ ആപ്പ് പോലെ വമ്പം വലുപ്പമായിട്ടില്ല. പക്ഷെ ഇതില് ആൾക്കാർ കളിച്ചു തുടങ്ങിയുള്ളൂ. അപ്പൊ ആൾക്കാരെ പിടിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ സാധനം ചെയ്യാൻ പോകണം മലയാളത്തിൽ. അപ്പോ ഈ സാധനം വന്നിട്ടുണ്ട്. അപ്പോ ഫോർ എക്സാമ്പിൾ ഒരു കളി കളിക്കാൻ വെച്ചാൽ ഇപ്പോ കറന്റ് വരാൻ പോകുന്നത് വന്നിട്ട് അവന്റെ വുമൺസിന്റെ കളി നടക്കുന്നുണ്ട്. ലൈവ് വുമൺസ് IPL നടക്കുന്നുണ്ട്. അതിൽ UP വാറിയേഴ്സും ബാംഗ്ലൂരിന്റെയും കളിയുണ്ട്. അപ്പോൾ അതില് നമ്മൾ ട്രയൽ കളി ഇടാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇതിൽ വന്നിട്ട് 19 രൂപയുടെ കളി, 15 രൂപയുടെ കളി, 20 രൂപയുടെ 15ന്റെ. ഇത് വന്നിട്ട് നമുക്ക് പ്ലേ സ്റ്റോറിൽ ഈ ആപ്പ് അവൈലബിൾ ആണ് കേട്ടോ. അല്ലെങ്കിൽ ഡ്രീം ഇലവനിലൊക്കെ നമുക്ക് നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക് ഇതിൽ പോകാൻ പറ്റും. ഓൾറെഡി ഡ്രീം ഇലവൻ അക്കൗണ്ട് ഉണ്ടെങ്കിലാണ് ഇതിൽ കളിക്കാൻ പറ്റുമെന്നാണ് എന്റെ അറിവ്. കാരണം ഫോർ എക്സാമ്പിൾ നോക്കുക വെച്ചാല് ഇതിൽ വന്നിട്ട് കുറെ എന്താ പറയാ സെറ്റിങ്സോ കാര്യങ്ങളൊന്നും ഒരു അപ്ഡേഷനോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇതിൽ ഓൾറെഡി ഡ്രീം ലെവലിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന ക്യാഷ് ഇതിൽ ഓട്ടോമാറ്റിക് കാണിക്കുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും കണക്റ്റഡ് ആണ്. അപ്പൊ നമുക്ക് നേരെ കളിയിലേക്ക് പോകാം. കളി തുടങ്ങി 41 മിനിറ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിൽ 19 രൂപയുടെ കളിയുണ്ട്. നമുക്ക് തൽക്കാലം ഒരു ഡെമോ കാണിക്കാതെ തന്നെ എടുക്കാം. അപ്പൊ നമ്മൾ 19 രൂപയുടെ കളിയുണ്ട്. ഓക്കെ, ഇതില് കളി കിടലാണ്. അതായത് നമുക്ക് ഇതില് ബാറ്റർമാരും ബോളർമാരും. ഇതിൽ എന്താ കളി വെച്ചാൽ നിങ്ങൾ ബെറ്റിംഗ് ആപ്ലിക്കേഷനിലൊക്കെ കളിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. ഏറ്റവും കൂടുതൽ 4 അടിക്കാം, അല്ലെങ്കിൽ ഇയാൾക്ക് 10ന്റെ മുകളിൽ റൺ സ്കോർ, 10ന് താഴെ റൺ സ്കോർ, ആ പരിപാടി. അതായത് നമ്മൾ മുന്നത്തെ കളികളൊക്കെ അനലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്യാണ്. ഇപ്പൊ ഈ പറയുന്ന പ്ലെയർ വന്നിട്ട് ഇന്നത്തെ മാച്ചിൽ ഇത്ര റൺ എടുക്കും, അല്ലെങ്കിൽ ഇത്ര റണ്ണിന് താഴെ എടുക്കും, അല്ലെങ്കിൽ ആള് വന്ന് ഇത്ര വിക്കറ്റ് എടുക്കും. ഈ സംഭവം അതാണ് അതിന്റെ യെസ് ഓർണോ അടിച്ചു കൊടുക്കുക. യെസ് ഓർണോ അടിച്ചു കൊടുക്കലാണ് പരിപാടി. ഫോർ എക്സാമ്പിൾ നമുക്ക് എടുക്കാം. ഫസ്റ്റ് വിൽ ഈക്വലി സ്കോർ 13 റൺസോ 13 റൺസ് മുകളിൽ എടുക്കും, അല്ലെങ്കിൽ 56 റണ്ണിലോ മുകളിൽ എടുക്കും. അപ്പോ നമ്മള് ബെറ്റിംഗ് പെർസെന്റേജ് റിസ്ക് കൂടുന്നതോറാണ് നമുക്ക് ഇതിൽ പോയിന്റ്സ് കിട്ടുക. ആ പോയിന്റ്സിന്റെ ബേസിലാണ് നമ്മുടെ ടീമിന്റെ സ്കോർ കയറിക്കൊണ്ടിരിക്കുക. ഫോർ എക്സാമ്പിൾ 13 റൺ ഓർമ്മോ ഈ പറഞ്ഞ ഒരു ഓൾറൗണ്ടർ ആണ്, നല്ലൊരു ബോളറാണ്. പോരാതെ മിക്ക കളികളിലും നല്ല ഫോമാണ്. അപ്പോൾ എന്തുകൊണ്ടും ഞാൻ ഇപ്പൊ പ്രൊഡിക്റ്റ് ചെയ്യാണ് 56 റൺസിന്റെ മുകളിൽ എടുക്കും കുറവെടുക്കും എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോ അതിൽ യെസ് അടിച്ച 20 പോയിന്റ് 13 റൺസിന്റെ മുകളിൽ, നോ അടിച്ചിട്ടുണ്ടെങ്കിൽ 80 പോയിന്റ്, 13 താഴെ ഔട്ടായിട്ടുണ്ടെങ്കിൽ എനിക്ക് 80 പോയിന്റ് കിട്ടും. നിങ്ങൾ ഈ വ്യക്തിനെ ക്യാപ്റ്റൻ ആയിരിക്കുമെങ്കിൽ നമ്മുടെ ഡ്രീം ലെവലിലെ പോലെ തന്നെ ഡബിൾ ആയിരിക്കും. വൈസ് ക്യാപ്റ്റൻ വെച്ചാണെങ്കിൽ 1.5 1.5 കിട്ടി നിങ്ങൾക്ക് സ്കോർ കയറിക്കൊണ്ടിരിക്കും. സിമ്പിൾ, ഇത്രയുള്ള കാൽക്കുലേഷൻ. അപ്പൊ ഞാൻ വന്നിട്ട് ഇതിൽ ചെയ്യാൻ പോകുന്നത് പെറീനെ വെച്ച് നമ്മൾ റിസ്ക് എടുക്കാൻ നിൽക്കുന്നില്ല. നമുക്ക് സ്മൃതി മന്ദാന എടുക്കാം. സ്മൃതി മന്ദാന 21 റണ്ണിന് മുകളിൽ എടുക്കും. ഞാൻ ഫസ്റ്റത്തെ നോ കൊടുത്തു. നമുക്കിതിൽ 4 പേരെ സെലക്ട് ചെയ്യാൻ ഓപ്ഷൻ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ 4 ബാറ്റ്സ്മാനാക്കാം, 4 ബോളർമാരാക്കാം, ബാറ്റ്സ്മാനോ ബോളറോ മിക്സ് ചെയ്തിടാം. അപ്പൊ ഞാൻ 2 ബാറ്റ്സ്മാൻ 2 ബോളറിനുള്ള രീതിയിലാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ പിന്നെ ഇതിൽ എനിക്ക് നല്ലൊരു സ്കോപ്പുള്ള പ്ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജോർജിയ ബോൾ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. പുള്ളിക്കാരൻ നല്ലൊരു കളിക്കാരാണ്. പക്ഷെ ഞാൻ ഇന്നത്തെ കളിയിൽ പഠിക്കുന്നത് വെച്ചാല് വലിയ ഹൈ സ്കോറിംഗ് ഗെയിം ചാൻസ് ഇല്ല. ചിലപ്പോൾ ഒരു 150 താഴേക്ക് ഗെയിംസ് കളി വരാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ ഒരു ഇതെല്ലാവരും ഒരു എന്താ പറയാ ഒരു ആവറേജ് സ്കോറിലൊക്കെ ആയിരിക്കും വരാം. ചിലപ്പോൾ ഒരാൾ വെടിക്കെട്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 10-50 റൺ എടുക്കാം. പക്ഷെ ഓപ്പണിംഗ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഇന്ന് ഞാൻ വന്നിട്ട് വിൽജി ഹാരിസ് സ്കോർ 20 റൺസ് ഓർമ്മോ അതിൽ വന്നിട്ട് ഞാൻ നോ കൊടുക്കണം. നോക്കാം, ഞാനിപ്പോ എന്തായാലും നോവിനെ പിടിച്ചിട്ടുണ്ട് 2 ബാറ്റ്സ്മാൻമാരിൽ. ഇനി നമുക്ക് ബോളർമാരിലേക്ക് പോകാം. ബോളർമാരിൽ വന്നിട്ട് എല്ലാം കിടിലാണ്. അതിൽ നമുക്ക് ഈ ഹെൻറി എന്ന് പറഞ്ഞ പ്ലെയർ നല്ലൊരു ഇതാണ്. അപ്പൊ അതിൽ ചോദിച്ചിട്ടുണ്ട് വിൽ ഹെൻറി ടേക്ക് 1 വിക്കറ്റ് ഓർമ്മോ, ഒരു വിക്കറ്റ് കൂടുതൽ എടുക്കും. ഞാൻ ഷുവറായിട്ട് ടെസ്റ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ ദീപ്തി ശർമ്മ നമ്മുടെ ഇന്ത്യൻ പ്ലെയർ ആണ്. ദീപ് ശർമ്മ കിടിലൻ പ്ലെയർ ആണ്. അപ്പോ അതും 1 വിക്കറ്റോ അതിന് മുകളിൽ എടുക്കും, അല്ലെങ്കിൽ 2 വിക്കറ്റ് എടുക്കുമെന്ന് വെച്ചിട്ടുണ്ട്. നമ്മളത് റിസ്ക് ആണല്ലോ. ഈ ഒരു പ്ലെയറിന് ഞാൻ യെസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബോളർമാരിൽ എന്തെങ്കിലും യെസ് കൊടുത്തിട്ടുണ്ട്, ബാറ്റ്സ്മാനിൽ നോ കൊടുത്തിട്ടുണ്ട്.
അപ്പൊ നമ്മുടെ ഈ കളിയുടെ ഏറ്റവും അടിഭാഗത്ത് കാണിക്കുന്നത് ഇവർ ടീം കൊണ്ട് 4 ടീം കാണിക്കും. നമ്മളത് നെക്സ്റ്റ് ടീം അതിൽ വന്നിട്ട് നമുക്ക് ഒരാളെ ക്യാപ്റ്റൻ ആക്കാം, വൈസ് ക്യാപ്റ്റൻ ആക്കാം. അതായത് നമ്മുടെ പോയിന്റിനനുസരിച്ചിട്ട് വേണം നമ്മൾ ക്യാപ്റ്റനെയും വൈസ് ക്യാപ്റ്റനെയും കിട്ടുന്നത്. കാരണം നമുക്ക് മാക്സിമം ഫണ്ട് കിട്ടണമല്ലോ. അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ പോയിന്റ് ഉള്ള 2, അതായത് ഞാൻ സ്മൃതി മന്ദാനയും ഈ ശർമ്മേനെയും വന്നിട്ട് ക്യാപ്റ്റൻ വൈസ് ക്യാപ്റ്റൻ സെറ്റ് ചെയ്യാൻ പോകും. അപ്പൊ ഞാൻ സ്മൃതി മന്ദാനെ ഒരു ക്യാപ്റ്റൻ ആക്കി, ശർമ്മേനെ വൈസ് ക്യാപ്റ്റൻ ആക്കി. അപ്പൊ ഇവരുടെ കളികളുടെ ഫോമിനനുസരിച്ചിട്ടിരിക്കും നമ്മുടെ റിസൾട്ട്. സെയിം ടീം കൊടുത്ത് കഴിഞ്ഞാൽ നമ്മളെ എന്താ പറയാ ബാങ്ക് ചെന്ന് 19 രൂപ പോയി നമ്മൾ ആ കളിയിൽ ജോയിൻ ആയി. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ട്രെയിൻ ലീഡർ ബോർഡ് കാര്യങ്ങളെല്ലാം വരും. ഓൾമോസ്റ്റ് 12,539 സ്പോട്ടുകൾ 57% വിന്നർ ഉള്ളതാണ്. ഫസ്റ്റ് പ്രൈസ് 40,000 രൂപ. ഞാൻ പറഞ്ഞല്ലോ ഡ്രീം ഇലവന്റെ മറ്റേ ആപ്പുകളെ പോലെ വമ്പനായി വന്നിട്ടില്ല, സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആണ്. അപ്പോൾ അതിൻ്റെതായ ലിമിറ്റേഷൻ ഒക്കെ ഉണ്ട്. നമുക്കൊരാൾക്ക് വന്നിട്ട് 20 ടീം വരെയൊക്കെ ഇടാം. അതൊക്കെ നിങ്ങളുടെ ലോജിക്ക് പോലെ ഇടും. നമുക്ക് കിട്ടുന്നവരുണ്ടായിരിക്കും. കാരണം നമുക്ക് 50% കിട്ടും. പൈസ കൊടുത്ത് എന്ത് ചെയ്യാമോ. നമ്മളിത് നമ്മുടെ ഒരു എന്റർടൈൻമെന്റ് പർപ്പസ് പുതിയൊരു ആപ്പ് ലോഞ്ച് ആയി നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്ന കാരണം ഇതിനെ കുറിച്ചിട്ട് നമ്മൾ ചെയ്യും. അപ്പോൾ ഇത്രയാണ് ഈ ഫസ്റ്റ് ആപ്പിന്റെ നമുക്ക് പറയാനുള്ളത്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ റെക്കോർഡിങ് ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇതിലും വന്നിട്ട് നിങ്ങൾ ഈ കളിക്കാർ ഇറങ്ങുന്നുണ്ടോ ഇല്ല എന്നൊക്കെ നോക്കോട്ടെ. ഇല്ലെങ്കിൽ നമുക്ക് നെഗറ്റീവ് പോയിന്റ് വരും. ഈ കളിക്കാർ വരുന്നില്ലെങ്കിൽ ചേഞ്ച് ചെയ്തിടണം. കളി തുടങ്ങുന്ന സമയത്ത് നമ്മളിപ്പോ ചെയ്യുന്ന സമയത്ത് ഈ കളി തുടങ്ങാൻ 10-30 മിനിറ്റിന് മുകളിൽ സമയമുണ്ട്. അതാണ് നമ്മൾ ഈ പിക്സ് എന്ന് പറഞ്ഞ ആപ്പാണ്. ഞാൻ വിചാരിക്കുന്നു ഈ പിക്സ് വന്നിട്ട് നല്ല കിടിലം പരസ്യങ്ങൾ നമ്മൾ ഈ പറഞ്ഞ IPL-ന്റെ ഇടയിൽ കാണാൻ ചാൻസ് ഉണ്ട്. അപ്പോ നോക്കാം ഇത് ആപ്പ് എത്രയോളം ഡെവലപ്പ് ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ഡ്രീം 11 അതുപോലെ തന്നെ മൈ 11 സർക്കിൾ ആപ്പിന്റെ ലിങ്ക് ഒക്കെ ഞാൻ നമ്മുടെ ഇതിന്റെ കൂടെ കൊടുക്കുന്നുണ്ട്. ഇതുവരെ കളിക്കാത്തവരൊക്കെയാണ് വെച്ചാൽ ഇത് എനിക്ക് ബോണസ് പോയിന്റ് കിട്ടും. ഇപ്പൊ തന്നെ പറയാം. അപ്പോ ആപ്പ് പ്ലേ സ്റ്റോറിലുണ്ട്, നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്യാം. അപ്പോ ഇതാണ് നമ്മുടെ മെയിൻ പ്രൊഡിക്ഷൻ മൂന്നാമത്തെ ആപ്പ്, അതായത് ഡ്രീം 11 മൈ 11 സർക്കിൾ അതുപോലെ തന്നെ പിക്സ്. പിന്നെ നിങ്ങൾ മൈ 11 സർക്കിൾ കളിക്കുന്ന ആൾക്കാരയച്ചാല് ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് വന്നിട്ടൊരു ലൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. ലൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 49 കോൺടെസ്റ്റ് ജോയിൻ ചെയ്ത ഇവര് വന്നിട്ട് 1 രൂപ 3 രൂപ 5 രൂപ 8 രൂപ 10 രൂപയുടെ കോൺടെസ്റ്റ് നടത്തുന്നുണ്ട്. വളരെ ചെറിയ പൈസയിൽ നമുക്ക് 10-15 ടീമോ 20 ടീമോ വരെയൊക്കെ ഇടാനൊക്കെ പറ്റും രൂപയുടെ. അപ്പൊ അതിൽ 1 lakh rupees ഒക്കെ ഫസ്റ്റ് പ്രൈസ്, അതുപോലെ 1000 രൂപ 400 രൂപയൊക്കെ പ്രൈസ് വെച്ച് വരുന്ന കളികളൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്റർടൈൻമെന്റ് മതി, നിങ്ങളുടെ ടീം ഇടണം. 49 ടീം ഒന്നും ഇടാൻ പറ്റിയില്ല വെച്ചാൽ 49 ടീം ഇടണം. 49 ടീം ഇടാതെ സർട്ടിഫിക്കറ്റ് കിട്ടില്ല. കുറെ 49 ടീമോ അല്ലെങ്കിൽ ഹയർ ടീം ഇടാൻ പറ്റാത്തവർക്ക് ഒരു 49 ഇട്ട് കഴിഞ്ഞാൽ ലൂട്ടിൽ കളിക്കാം. ലൂട്ടിന്റെ ചിലപ്പോ മണി ഡെപ്പോസിറ്റ് വാരി ചെയ്യാറുണ്ട്. പക്ഷെ മോസ്റ്റ് കോമൺലി 49 കളിയിൽ കയറിയ നെക്സ്റ്റ് കളി കിട്ടാറുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ അതൊരു അങ്ങനെ ഒരു സംഭവമാണ്. ആൾക്കാർ കൂടുതൽ കളിക്കുന്നുണ്ട്, അവർ ഓട്ടോമാറ്റിക് അറിയാലേ ഏത് കമ്പനിയിലും അവരുടെ നമ്പർ ഓഫ് ഗെയിംസ് കൂടുതൽ കളിച്ചാലേ ലൂട്ടിൽ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ പറയും. ഇതിന്റെ കളിക്കുന്നവരൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. IPL ആകുമ്പോൾ മാത്രം അടിഞ്ഞു കയറുന്ന കുറെ ആൾക്കാർ പ്രോ ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. പ്രോ എന്ന് പറഞ്ഞ ആൾക്കാർ തന്നെ ചിലപ്പോൾ ഒരു ഓൺലി 20 ടീം, അങ്ങനെ അവരുടെ കയ്യിൽ ഒരു 10-50 ഫോണൊക്കെ ഉണ്ടായിരിക്കും. അതിൽ 20 ടീം വെച്ചാൽ 10-2000 ടീം. എനിക്ക് എന്റെ അറിവിൽ 10-2000 കളിക്കുന്ന ആൾക്കാരെ ഒക്കെ ഉണ്ടെന്നാണ് എന്റെ അറിവ്. ഈ യൂട്യൂബ് ചാനൽ ഇതിലൊക്കെ വീഡിയോ ചെയ്യുന്ന അറിയാം. അവരുടെ ഫോൺ നമ്പറൊക്കെ DP കൊടുത്തിട്ടുണ്ടാവും. അതേ ഫോൺ നമ്പറുള്ള ഒരു 1 ടീമുകളുണ്ട്. ഇവന്മാരൊക്കെ ഓൾമോസ്റ്റ് ഫോൺ നമ്പറൊക്കെ സെയിം ആയിട്ടൊക്കെ DP വരും. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം. അപ്പോ അങ്ങനത്തെ കുറെ ടീമുകളുണ്ട്. പിന്നെ ഗുരുസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആൾക്കാരുണ്ട്. അവന്മാര് ടിപ്പ് കൊടുത്തിട്ട് അതേ ടീം നോക്കിയിരുന്ന ആൾക്കാർ, അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്. അപ്പോ അതിനെ കുറിച്ചിട്ടൊക്കെ കിട്ടുന്ന ഒരു വീഡിയോ വേണം നിങ്ങൾ പറയാച്ചാൽ IPL തുടങ്ങാണ്ട് നമുക്ക് ചെയ്യാം. നമുക്ക് എന്തായാലും ഒരു 200 വ്യൂസ് വന്നിട്ട് എന്താ ഇവരെ നമ്മളിപ്പോ വീഡിയോ ചെയ്യുന്നത് 8-ാം തീയതി, ഒരു 20-ാം തീയതി നമുക്ക് 200 വ്യൂസ് നമ്മുടെ ചാനൽ അത്രയൊക്കെ വരാറില്ല. 200 വ്യൂസ് കിട്ടുക നമ്മൾ ഇതിനെ കുറിച്ച് ഡീപ്പായിട്ടുള്ള അനാലിസിസും കാര്യങ്ങളും കിട്ടില്ല. വീഡിയോ കൂടി ലെങ്തി ആയിരിക്കും, ഫുള്ള് കാണാൻ താല്പര്യമുള്ളവരൊക്കെ കാണാൻ, അല്ലാത്തൊരു സ്കിപ്പ് അടിച്ച് കാണാം. അപ്പൊ അത് ചെയ്യാം. അതുപോലെ ഡ്രീം 11 വന്നിട്ട് ഇപ്പൊ സ്മോൾ കോൺടെസ്റ്റ് ഉണ്ട്, 1 രൂപയുടെയൊക്കെ കോൺടെസ്റ്റ് ഉണ്ട്. 1 രൂപയുടെ കോൺടെസ്റ്റിലൊക്കെ കളിക്കാം. പിന്നെ അതിൽ വന്നിട്ട് എന്താ ലീഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്, പ്രോ, ചാമ്പ്യൻ, എക്സ്പേർട്ട്, സ്റ്റാർ, MVP അങ്ങനെയൊക്കെ കുറെ സംഭവങ്ങളൊക്കെ നമ്മുടെ ഡ്രീം 11 ഉണ്ട്. അതൊക്കെ കളിക്കുമ്പോൾ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന പൈസയുടെ ഡ്രീം കോയിൻസ് കിട്ടും. അത് ഉപയോഗിച്ച് നമുക്ക് റിലീസ് ചെയ്തുകൊണ്ട് കളിക്കാം. അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ ആപ്പുകളിൽ വന്നിട്ടുണ്ട്. IPL ആവുന്ന സമയത്ത് നമ്മുടെ ഡെപ്പോസിറ്റ് ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. കാരണം ഓഫർ വരുമ്പോൾ ഡെപ്പോസിറ്റ് ചെയ്യുക. ചിലപ്പോൾ ഒരു 100 രൂപ ഡെപ്പോസിറ്റ് ചെയ്യുന്ന നമുക്ക് ഒരു 10-15 രൂപ റിട്ടേൺ ക്യാഷ് ബാക്ക് കോയിൻസ് ആയിട്ട് കിട്ടുന്ന പരിപാടികളൊക്കെ വരും. ആ സമയത്ത് നോക്കിയിട്ട് നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യാം. അപ്പോ ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ IPL കളിക്കാം. നമുക്ക് ഇനി 2ാമത്തെ വീഡിയോ വരുമെന്ന് അറിയില്ല. നിങ്ങളൊക്കെ
റീച്ചിനനുസരിച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. പിന്നെ ഒന്നുകൂടി പറയാണ്, ഞാനോ എന്റെ ചാനലിൽ വന്നിട്ട് ഈ പറഞ്ഞ ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരു രൂപ തരുന്നില്ല. നമ്മൾ വന്നിട്ട് മെയിൻ ആയിട്ട് എന്താണ് ഒരു എന്റർടൈൻമെന്റ് പർപ്പസ്. നമ്മുടെ ചാനല് അത് ബേസ്ഡ് ആയിട്ട് ചെയ്യുന്ന ചാനലാണ്. അപ്പോൾ ഇത് പൈസ പോകാനുള്ള പരിപാടി തന്നെയാണ്. നിങ്ങളുടെ പൈസ നഷ്ടപ്പെടാൻ 99% നഷ്ടപ്പെടാനുള്ള ചാൻസ് ആണ്. അപ്പൊ നിങ്ങളുടെ റിസ്കിലും നിങ്ങളുടെ പൈസയാണ്, അതൊക്കെ നോക്കി കാര്യമാക്കി കണ്ട് പഠിച്ച് കാര്യങ്ങൾ ചെയ്യാം. അല്ലെങ്കിൽ തോന്നുന്ന വെച്ചാൽ പരിപാടിക്ക് പോകാതിരിക്കുക. പൈസ പോകുന്ന ഉറപ്പുണ്ടെങ്കിൽ ഈ പരിപാടിക്ക് നിൽക്കാതിരിക്കുക. പൈസ ഇല്ല, പിന്നെ അവസാനം പോയിട്ട് കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പിന്നെ അതൊക്കെ എപ്പോഴും നിർത്താം. നിങ്ങളുടെ നമുക്ക് അറിയാലോ, കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ചാനൽ, എല്ലാവരും പറയുന്നുണ്ട്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോ അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ.